പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, ഇന്ന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ CA സർക്കിളിൽ 64 സ്റ്റേഷനിലേക്ക് മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന് താഴെ ഒരു കൊടുത്തിട്ടുണ്ട്, VIP മേഖലയിൽ CI സർക്കിൾ കൂട്ടുമെന്ന്. ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി PD സതീശനോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. കേരളത്തിലെ VIP ആരാണ്? കേരളത്തിലെ VIP ഞങ്ങളാണ്, ഇവിടുത്തെ പൊതുജനങ്ങളാണ്. നിങ്ങൾ രാജാക്കന്മാരല്ല, ദാസന്മാരാണ്. നിങ്ങൾ ആദ്യം അത് ഓർക്കണം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് പിണറായി വിജയൻ അധികാരത്തിലേക്കുന്ന സമയത്ത് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചില പത്രക്കെട്ടുകൾ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമാണ്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതോട് കൂടിയിട്ട് 316-ലധികം പോലീസുകാരെ എസ്കോർട്ടിൽ നിന്നും ഒഴിവാക്കിയത്. അന്നത് പറഞ്ഞു ശരി. കൃത്യ 5 വർഷം ശേഷം അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയത് EZ കാറ്റഗറിയിലേക്കെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ മാക്സിമം എത്രയോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കയറ്റിയത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു മന്ത്രിയോ MLA യോ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേഷൻ വിട്ടിട്ടും ഓരോ വാഹനങ്ങൾ അവർക്ക് വേണ്ടി കാത്തു നിൽക്കണം. ഈ പരിപാടിയെല്ലാം VD സതീശനും രമേശ് ചെന്നിത്തലയും ഇനി മാറ്റാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, പിണറായി വിജയന് പറ്റിയിട്ടില്ല ഇവിടെ, എന്നാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യും. VIPകൾക്കും VVIPകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ കൊടുക്കണമെങ്കിൽ അവരുടെ പൈസയിൽ നിന്നും ബോഡി ഗാർഡ്സിനെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിനെ അവർ വെച്ച് അവരുടെ സംരക്ഷണം അവരുണ്ടാക്കണം. അവരുടെ ചെലവിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള തറവാട്ടുന്ന ചെലവിലല്ല നമ്മൾ കഴിയുന്നത്, ഈ ജനങ്ങൾ കഴിയുന്നത്. നമ്മൾ കാണുന്ന പിക്ചേഴ്സ്, അത് സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, നമ്മൾ പോയിട്ട് ഫിലിം കാണുന്നതുകൊണ്ടാണ് അവരുടെ മമ്മൂട്ടി ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, സുരേഷ് ഗോപി ആയിക്കോട്ടെ, അവരെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. വീണ്ടും അവർക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പൈസനെ കൊണ്ട് പോലീസിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ സുരക്ഷ, മറ്റുള്ള ക്രമസമാധാനം, മറ്റുള്ള കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കണം എന്ന് വെച്ചാൽ അത് ശരിയായ നടപടിയല്ല. സതീശനായാലും രമേശ് ചെന്നിത്തല അയക്കാനായാലും കൃത്യമായ നിലപാട് ഇതിലുണ്ടാകണം. അവർക്ക് വേണമെങ്കിൽ ഏത് VIP ആയിക്കോട്ടെ, കേരളത്തിലെ ഏത് VIP ആയിക്കോട്ടെ, VVIP ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ ഒരാളെ ഞാൻ കാണുന്നില്ല. കേരളത്തിലെല്ലാവരും മനുഷ്യന്മാരാണ്. കുറച്ച് പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് ആ പൈസയിലോ നാളെ പാപ്പറാൻ വില പണിയൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടിയും കൊണ്ട് കേരളത്തിലെ ജനങ്ങളിലേക്ക് ഇനി വരരുത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ വികസിച്ചത് സോഷ്യൽ മീഡിയയാണ്. സൂക്ഷിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴാണ് തിരിച്ചടി തരിക എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് VVIPകൾക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഈ ഓരോ ജില്ല വിട്ട് വരുമ്പോൾ, ഓരോ താലൂക്ക് വിട്ട് വരുമ്പോൾ, ഓരോ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പോലീസുകാരവിടെ പോയിട്ട് പാറാവ് കൊടുക്കണോ? ഇവരെല്ലാം ആരാന്ന്, ഇവരെന്താന്ന് വിചാരിക്കുന്നത്? മന്ത്രിമാർക്ക് എന്താ കോമ്പുണ്ടോ? അങ്ങനൊരു പരിപാടി ചിന്തിക്കരുത്. ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ ട്രോളായിട്ടും മറ്റുള്ള തരത്തിലായിട്ടും നമ്മൾ പ്രതികരിക്കും. ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രതികരിക്കാനുള്ള ഏറ്റവും കൂടുതൽ ശേഷിയുള്ളത് ജനങ്ങൾക്ക് മാത്രമാണ്, വേറെ ആർക്കുമില്ല. അതുകൊണ്ട് ഇനിയും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. താങ്ക് യു.